അയ്യോ ഞാൻ കണ്ടു. നീ കണ്ടത് എന്താണെന്ന് പറ. ആർക്കാണ് മാം ഫോൺ ചെയ്യുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ 1 അവറിൽ ക്ലിയർ ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരാൾക്ക്. കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണം. അങ്ങനെ ഒരാളോ? അയാൾ എവിടെ ഉള്ള? നോക്ക് ഇത് നോക്ക്. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണുക. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ട. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ. നമ്മൾ വരണ്ട ഫ്രീ. എന്താ തമ്പുരാനറിയാ ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അടിയിൽ തൊയ്യും കൊണ്ട് നമ്മൾ നക്ഷത്രം പോയി. ഏത് സൗണ്ടിന് ചിരിക്കുന്നു, ഏത് സൗണ്ടിന് വെട്ടിയെറിയുന്നു എനിക്ക് പോലും അറിയില്ലടാ. എന്താ അത് അണ്ണന്റെ പഞ്ചി. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. കണക്ക് കൂട്ടാൻ ഞാൻ എന്താ വെറും ലേ ഔട്ട് ആണെന്ന് കരുതിയോ? എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ബ്ലോ ഔട്ട്. എന്നെ പട്ടം പറപ്പിക്കുമ്പോൾ പറപ്പിക്കണേ. നമ്മളെയൊക്കെ നിന്നെത്തി പറപ്പിക്കുന്നു. കണ്ണീക്കടി പൊന്നീച്ച പറക്കണം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കണ്ണടി കൊക്കണോ? നോട്ട് നിന്ന സംഗതി. കർണാടക ഈസ് മൈ ബ്രദേഴ്സ് ഹൗസ്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് പറഞ്ഞാൽ അത് ചരിത്രം. എന്താന്തറിയോ? എന്തെന്തിക്ക് കന്നഡ വാരികു. കന്നഡ എന്തു കൃഷ്ണദേവരായ ഹാഗ വീര. ഞാൻ ആരോട് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയാൻ മേലേ. എല്ലാതറിയോ? എന്താന്തറിയോ? എന്തെന്തിക്ക് കന്നഡ വാരികു. കന്നഡേവ സച്ച, കന്നഡേവ നിച്ച. ഇതിന് നമ്മളൊരു തീരുമാനം ഇപ്പം ഞാൻ പറയുവാ. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. അതിലിത്തിരി ജീരകത്തിന് കുറവുണ്ട്. പിന്നെ കവിതയുടെ മട്ടുമാറി. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസാല പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. എന്താണോ തേയിലുള്ളി കളിക്കാ? അതിട്ടങ്ങടെ കളിക്കാ. അച്ഛാ മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യ പ്രതിമയെ എപ്പോ തുടങ്ങി? എന്നാൽ ഇവനെ സമ്മതിക്കണം. ഉരുക്കുപോലെ നിന്നുകള. ഇയാൾക്ക് എന്താണ് വയ്യേ? അച്ഛാ അടി പിടിച്ചുട്ടാ മസാല അടി പിടിച്ചു. ബോഡി അറിയില്ല എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ.